അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, നമ്മുടെ SKSSFൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വളരെ നല്ലൊരു സംരംഭമാണല്ലോ ജാരിയ ഫണ്ട് ശേഖരണം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ ജാരിയ ഫണ്ട് ശേഖരണത്തിലേക്ക് നമുക്കും പങ്കാളികളാവാൻ കഴിയും. നമ്മളതിൽ പങ്കാളികളായാൽ തീർച്ചയായിട്ടും അതൊരു ജാരിയായ സ്വതക്കയായിട്ട്, അതല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെടും. എന്തുകൊണ്ട്? ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ആശ്വാസമേകുന്ന നിലക്ക് തിരുവനന്തപുരം RCCയുടെ സമീപത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ സമീപത്ത് SKSSF സ്ഥാപിക്കുന്ന സഹചാരി സെൻ്ററിന് വേണ്ടിയും, അതുപോലെ തന്നെ പാവപ്പെട്ട ഒരുപാട് കേരളത്തിൻ്റെ പുറത്തുള്ള പല ഭാഗങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ SKSSFൻ്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. എന്തായാലും അതൊരു വലിയ നന്മയാണല്ലോ. മഹാന്മാരാകുന്ന നമ്മളെ സയ്യിദുമാരും ഉസ്താദുമാരും അതുപോലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ ഇതിൽ സഹകരിക്കുന്നുണ്ട്, ഭാഗവാക്കാവുന്നുണ്ട്, നമ്മളോട് ഇതിൽ സഹകരിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് ഇതിലേക്ക് കഴിയുന്നത് 1000 രൂപയാണെങ്കിൽ അങ്ങനെ, 500 കഴിയുള്ളൂങ്കിൽ അങ്ങനെ, പോട്ടെ 250 ഒരു 100 രൂപയാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും ഇതിലേക്ക് നൽകി സഹകരിക്കുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും. കാരണം നമ്മുടെ മഹാന്മാരാകുന്ന സയ്യിദുമാരുടെയും ഉസ്താദുമാരുടെയും അതേപോലെ ഇതിൻ്റെയൊക്കെ ആശ്വാസം ലഭിക്കുന്ന ഗുണഭോക്താക്കളായ പാവപ്പെട്ട നല്ലവരായ ഒരുപാട് സാധാരണക്കാരുടെയൊക്കെ ദുആ നമുക്ക് ലഭിക്കും, തീർച്ചയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് നഷ്ടാവൂല, വളരെ വലിയ ഒരു ലാഭം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇതിലേക്ക് സഹകരിക്കുക. അള്ളാഹു നല്ലതിൻ്റെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. എടാ, SKSSFന്റെ ജാരിയ ഫണ്ട് തുടങ്ങിയില്ലേ, അതിലേക്ക് എങ്ങനെ പൈസ അയക്കല്? എടാ, ഈ ജാരിയാന്ന് പറഞ്ഞ ആപ്പിലോട്ട് അയക്കല്. എടാ, എനിക്കറിയില്ലേ, ഒന്ന് കാണിച്ചു കൊടുത്തേ. സിമ്പിളാടാ. ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നമ്മളെ ആപ്പ് ഉണ്ട്. കേറ്റാ, കോൺട്രിബ്യൂട്ട് നോക്കുക, അതിൽ എമൗണ്ട് അടിക്കുക ഫസ്റ്റ്. പിന്നെ പേരടിക്കാനുള്ള ഫോൺ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം യൂണിറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം UPI നമുക്ക് സിമ്പിൾ ആയിട്ട് അയക്കാൻ കഴിയും. അതിന്റെ റെസിപ്റ്റ് വേണമെങ്കിൽ ഈ ആപ്പിൽ തന്നെ ഉണ്ട്. എളുപ്പമായിരുന്നല്ലേ? എടാ, അപ്പൊ ഈ ആപ്പ് യൂസ് ചെയ്യാത്ത ആളെങ്ങനെ അയക്കല്? എടാ, ഈ നാട്ടിലെ SKSSFന്റെ പ്രവർത്തകരെ ഏൽപ്പിച്ചാൽ മതി.